ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കാനഡയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങണം, എങ്ങനെ നമുക്കത് പാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ട്രോളി ബാഗ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സെൻറ്ററിലിരിക്കുന്ന റെഡ് വൺ ലാർജാണ്, അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ. ആൻഡ് റൈറ്റ് സൈഡിലിരിക്കുന്ന ബ്ലൂ വൺ VIP-യുടെ മീഡിയം ബാഗാണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ക്യാബിൻ ബാഗേജാണ്, സ്കൈ ബാഗിൻ്റെ. ഞാൻ ഇപ്പോൾ കൊണ്ടുവച്ചേക്കുന്നത് പ്രീതിയുടെ എക്കോ പ്ലസ് എന്ന് പറയുന്ന മിക്സിയാണ്. കാനഡയിലും US-ലും മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സിയാണ്. എന്തുകൊണ്ടാണ് ഈ മിക്സി ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ, കാനഡയിൽ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ ഈ മിക്സിക്ക് 19,000 രൂപയാണ്. ഇവിടെ നമുക്ക് 6,000 രൂപയ്ക്ക് ഈ മിക്സി കിട്ടും. സോ ഒബ്വിയസ്ലി അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മിക്സി നമുക്കവിടെ പറ്റില്ല, കാരണം വോൾട്ട് ഡിഫറൻ്റ് ആണ് അവിടെ ഇവിടെയായിട്ട്. അതുകൊണ്ട് മിക്സി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഇഡ്ഡലി തട്ട് വാങ്ങുമ്പോൾ ഇഡ്ഡലിയുടെ തട്ട് മാത്രം വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. കാരണം നമുക്ക് അതിന് പറ്റുന്ന പാത്രങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ ആ മുഴുവനായിട്ട് ആ പാത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല, തട്ട് മാത്രമായിട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് നോൾട്ടയുടെ 2 മീഡിയം ടൈപ്പ് കാസ്ട്രോൾ ഞാൻ വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിലിരിക്കുന്നതാണ് നമ്മുടെ കുക്കർ. 7 ലിറ്ററിൻ്റെ നോൾട്ടയുടെ തന്നെ ഒരു കുക്കറാണ് ഞാൻ വാങ്ങിച്ചത്. അത് അതിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈറ്റ് ഉള്ള ടൈപ്പല്ല ഞാൻ വാങ്ങിച്ചത്. എപ്പോഴും നമുക്ക് നല്ലത് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാനാണെങ്കിലും വലിപ്പം കുറഞ്ഞ് വീതി ഉള്ള ടൈപ്പ് ആണ് നമുക്ക് ഏറ്റവും നല്ലത്. സോ ഒബ്വിയസ്ലി അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഓൺലൈനിലാണ് വാങ്ങിച്ചത്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ പോരായിരുന്നു. ലുല്ലുവിൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1,700 അങ്ങനെ ഒരു റേറ്റാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പം യൂണിവേഴ്സൽ അഡാപ്റ്റർ വാങ്ങുവാണെങ്കിൽ ലുല്ലുവിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സ്നാക്ക് ഐറ്റംസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത് കുറച്ച് ലഡു വാങ്ങിച്ചു, ഉണ്ണിയപ്പം, ചിപ്സ്, പിന്നെ നമ്മുടെ തേൻ മിഠായി, ആ ടൈപ്പിലുള്ള കുറച്ച് സ്വീറ്റ്സ് ഞാൻ വാങ്ങിച്ചിരുന്നു. സോ നമുക്കിനി നമ്മുടെ ഡ്രസ്സും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പാക്കിങ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കാൻ എൻ്റെ ഫ്രണ്ട് അനന്തു ഉണ്ട്. അപ്പം നമുക്ക് മെല്ലെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ലാർജ് ആയിട്ടുള്ള പെട്ടിയിലാണ് നമ്മൾ ആദ്യം പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ടു ബി ഫ്രാങ്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കാനഡയ്ക്ക് പോകുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ എൽഡർ സിസ്റ്റർ കാനഡയിലുണ്ട്. സോ പുള്ളിക്കാരി വിസിറ്റ് വിസയിൽ പോകുന്നതാണ്. സോ നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലോത്ത് ഐറ്റംസ് നമുക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് വെക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പം അതിൻ്റെ ടോപ്പിൽ വീണ്ടും ക്ലോത്ത് വെക്കുവാണെങ്കിൽ ജാമായിട്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഡാമേജ് വരാനുള്ള ചാൻസ് കുറവാണ്. സോ ഒബ്വിയസ്ലി ഏറ്റവും അടിയിൽ ക്ലോത്ത് വെക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുക, പിന്നെ അതിൻ്റെ ടോപ്പിൽ വീണ്ടും ക്ലോത്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോണിൻ്റെ ചാർജർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മുടെ ഈ ലഗേജ് ബാഗിൽ കയറ്റി വിടല്, അത് പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെ നമുക്കിങ്ങനെ എക്സ്ട്രാ വിടുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കയറ്റി ഫില്ല് ചെയ്യുക. പിന്നെ ഈ കാസ്ട്രോൾ ആണെങ്കിൽ ആ കാസ്ട്രോളിൻ്റെ ഉള്ളിൽ മാക്സിമം നമ്മുടെ സ്നാക്സൊക്കെ ഐറ്റംസൊക്കെ മാക്സിമം ഫില്ല് ചെയ്യുക. അപ്പോൾ അത്രയും ഗ്യാപ്പ് നമുക്ക് ഫ്രീ ആയി കിട്ടും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ജിലേബി, തേൻ മിഠായി, അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഒബ്വിയസ്ലി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതെല്ലാം. ഇനി ഞാൻ എടുക്കുന്ന ഈ ഐറ്റമാണ് നമ്മുടെ നൂൽപുട്ടുണ്ടാക്കുന്ന ഗണ്ണാണ് കേട്ടോ. നമുക്ക് നൂൽപുട്ടൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. സോ ഈ ഒരു സാധനം കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് വെക്കുമ്പോഴും മാക്സിമം നമ്മൾ റാപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. അതാകുമ്പം ഇങ്ങനത്തെ ഈ സ്റ്റീൽ ഐറ്റംസ് ആകുമ്പം ഒച്ചയോ മറ്റു കാര്യങ്ങളൊന്നും വരില്ല, നന്നായിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. എപ്പോഴും നമ്മുടെ ജേണിയുടെ ഒരു ദിവസം മുന്നേ പാക്ക് ചെയ്ത് റെഡിയായി വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ല കാര്യം. നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസം പാക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരു ദിവസം മുന്നേ പാക്ക് ചെയ്ത് വെയിറ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പം എടുക്കുന്നത് നമ്മുടെ ക്യാബിൻ ബാഗേജാണ്, സ്കൈ ബാഗിൻ്റെയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ഈ ഒരു കളർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് കളർ ഞാൻ എടുത്തത്. ഇപ്പം നമ്മൾ പാക്ക് ചെയ്ത് റാപ്പ് ചെയ്യുന്നത് അച്ചാറാണ്. അച്ചാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാക്സിമം ആദ്യം തന്നെ നന്നായിട്ട് റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു നല്ല കവറിലിടുക. കവറിലിട്ടിട്ട് വീണ്ടും റാപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അച്ചാറിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ പൊടിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, നല്ല അടിപൊളി മീൻകറി വെക്കണമെങ്കിൽ വാളം പുളി, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിരുന്നു. ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി കേട്ടോ. നമുക്ക് അവിടെയാണെങ്കിലും കിട്ടും, പക്ഷേ അവിടെ പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. റെഡിമെയ്ഡ് സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പൊടിച്ച പൊടികൾ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രത്യേകം എടുത്തു വെക്കണം. അത് ശരിക്കും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ഏകദേശം നമ്മുടെ പാക്കിങ് ഫിനിഷിങ് സ്റ്റേജിലേക്കായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്യാബിൻ ബാഗേജ് വരുന്നത് 7 കിലോയാണ്. ചെക്ക് ഇൻ ബാഗേജ് വരുന്നത് ടോട്ടൽ 46 കിലോയാണ്. അപ്പം ഒരു ബാഗിൽ 23 കിലോ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 23 24 25 വരെ പോവാം. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. എയർപോർട്ടിൽ വെച്ച് ചിലപ്പം നമ്മുടെ അടുത്ത് നിന്ന് സാധനം റിമൂവ് ചെയ്യിക്കും. അപ്പം അതിൽ റിസ്ക് ഉണ്ട്. എപ്പോഴും അതാത് വെയിറ്റ് നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് വരുന്ന ഫ്ലൈറ്റ് ലുഫ്താൻസയാണ്. ബാംഗ്ലൂരിനാണ് ഫ്ലൈറ്റ്. ബാംഗ്ലൂർ ടു പാരീസ്, പാരീസ് ടു ടൊറൻഡോ ആണ് വരുന്നത്. അതിൽ പാരീസിൽ അറൗണ്ട് 3 hour ലേ ഓവർ വരുന്നത്. അത് വലിയൊരു ലേ ഓവറല്ല, പക്ഷെ നമുക്ക് നല്ല ഒരു റേറ്റിനാണ് നമുക്ക് ടിക്കറ്റ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ പ്രിൻറ്റോ. ബൈ ബൈ.